നമ്മളിപ്പോൾ എന്തിനാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, കൂലി മൂവി റിവ്യൂ. ഞാനിപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടിട്ട് വന്നേ ഉള്ളൂ. എന്താ ഇത്ര ലേറ്റ് ആണല്ലേ? ഇപ്പോൾ ഇവിടെ മക്കളെ ഇപ്പോഴാണ് ഇവിടെ റിലീസായി. എന്തോ ചെയ്യാനാ, ഹംഗറിയിൽ ഇപ്പോഴാണ് റിലീസായി കണ്ടിങ്ങോട്ട് വന്നേ ഉള്ളൂ. നിങ്ങളായിട്ട് അങ്ങോട്ട് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. നിങ്ങൾ ഇവരൊരു മറ്റാരും പറയുന്നത് വിശ്വസിക്കേണ്ട, ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ റിവ്യൂ എന്താണ്? ഫസ്റ്റ് തന്നെ പടം എങ്ങനുണ്ട് എന്ന് ചോദിച്ചാൽ കൊള്ളാം. ഒരു ആവറേജ് പടം. ഞാനൊരു വലിയ പടമാണെന്നൊന്നും പറയത്തില്ല. പക്ഷേ രജനീകാന്ത് ഫാൻസിന് ആഘോഷിക്കാൻ ഉണ്ട് ഇതിൽ. രജനീകാന്തിൻ്റെ പല സ്ഥലങ്ങളിലും പല സീനുകളും അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അതെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ലോകേഷ് അണ്ണൻ ഒരു പണി പറ്റിച്ചു. രജനീകാന്തിന് കൊടുത്ത ഇൻട്രോ, ഫസ്റ്റ് ഇൻട്രോ എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട സെക്കൻഡ് ഇൻട്രോ, ഒരു ഹോസ്റ്റലിൽ പോയി കയറുന്നൊരു ഇൻട്രോ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. അതിനകത്തൊരു ഓവർ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റൈല് അതൊക്കെ ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് അനിരുദ്ധ് ഉണ്ട്. പിന്നെ ഒരു പടത്തിന് ചില നമ്മളെ അവിടെ പിടിക്കിരുത്തും ആ രീതിയിലുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് ഉപേന്ദ്രയുടെ സ്കോറ്, രജനീകാന്തിൻ്റെ സ്കോറ്, മോനിക്ക സോങ്ങൊക്കെ മോനിക്ക സോങ്ങൊക്കെ പ്രതീക്ഷിച്ച് പോയ ആൾക്കാർക്ക് ഇനി കുറച്ച് എക്സ്ട്രാ ഇതും കൂടെ കിട്ടിയിട്ടുണ്ട് മോനിക്ക സോങ്ങിൽ. പിന്നെ നമ്മുടെ സൗബിൻ ഷാഹിർ, അദ്ദേഹം AD ആയിട്ട് തുടങ്ങി, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി. ഇപ്പം സൗത്ത് ഇന്ത്യയിലെ ഒരു തലവൻ സൂപ്പർ സ്റ്റാറിൻ്റെ വില്ലനായിട്ട് വന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഒരു ക്യാരക്ടർ അത് നല്ല രീതിയിൽ പണി വെച്ചെടുക്കും. അത് എപ്പോഴും പണി വെച്ചെടുക്കുന്ന വെച്ചാൽ അടിപൊളി, നല്ല അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടർ നല്ല പണി വെച്ചു. പക്ഷേ ആദ്യം എനിക്ക് തോന്നി സൗബിന് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നെനിക്ക് തോന്നി, മൈ ഒപ്പീനിയനാണ്. പക്ഷേ അവസാനമൊക്കെ നമുക്ക് തോന്നും കിട്ടിയ റോള് നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട് സൗബിൻ. പിന്നെ സൗബിൻ്റെ ഡാൻസ് ഒരു രക്ഷയില്ല, അതൊരു അന്യായമായിരുന്നു. പിന്നെ ഉപേന്ദ്രയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എൻട്രിയും വേറെ ആർക്കും അതിനകത്ത് കിട്ടിയിട്ടുള്ളതുപോലെ, അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നാഗാർജുന കൊള്ളാം, നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്താ ഈ പടത്തിന് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടം എവിടെയൊക്കെയോ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റോറി ലൈൻ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല പലയിടത്തും. പടം അങ്ങ് നീട്ടിക്കൊണ്ട് ചെറിയ ആ ത്രെഡ് ചുമ്മാ ആൾക്കാരെ ഓവർ സ്റ്റാർ കാസ്റ്റിന് വേണ്ടി പലയിടത്തും കൊണ്ടുവന്ന് ഇഴപ്പിച്ചും, പിന്നെ അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റോറി ലൈനും അവർക്ക് ചെയ്യുന്ന പോലെ തോന്നി. അത് സ്റ്റോറി ലൈൻ ലോകേഷിൻ്റെ തീരെ പോരാ. പിന്നെ ഇതിനകത്തൊരാളെ എന്തിനു കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു, ഓഡിയോ ലോഞ്ചിലാണോ ട്രെയിലർ ലോഞ്ചിലായിരുന്നു അടിപൊളി ഒരു എൻട്രി ഉണ്ടായിരുന്നു അമീർ ഖാൻ. അത് മതിയായിരുന്നു. അദ്ദേഹത്തിനെ പാവം പിടിച്ചവനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ബീഡിയൊക്കെ വലിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു, 2-3 തോക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങി ബീഡിയൊക്കെ വലിച്ചിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ ചെയ്ത് വെക്കണ്ടായിരുന്നു. ഒരാവശ്യമില്ലാത്തൊരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അമീർ ഖാൻ്റെ. എന്തിനാണെന്നറിയത്തില്ല. ഇനി നമ്മളെ ജയിലർ വിജയിച്ചു, മോഹൻലാൽ അതേപോലെ പലരെയും കൊണ്ടുവന്ന് ചെയ്തപ്പം ജയിലർ സക്സസ് ആയിരുന്നു, നല്ല കാശ് കിട്ടി. സൺ പിക്ചേഴ്സ് ആണോ അതോ ഇനി ഇവരാണോ ഇതിൻ്റെ പുറകിൽ എന്നെനിക്കറിയില്ല. പക്ഷേ അത് ഓക്കെ ആയില്ല. പിന്നെ പടം ഓവറോൾ ഓക്കെയാണ്, ഒരു വട്ടം നമുക്ക് വാച്ച് ചെയ്യാം. പക്ഷേ പടം തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരിതുണ്ട്. ഫൈറ്റും ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, സ്റ്റൈല്, പിന്നെ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ ക്ലാസിക്കൽ പ്ലസ് പുതിയ സ്റ്റൈൽ മിക്സ് ആയപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ അഗ്നിയായിട്ട് പിടിച്ചിരുത്തും, അതൊരു ഫീലുണ്ട്. പിന്നെ നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു ഹോസ്റ്റൽ സീന്, അതേപോലെ ആ ഒരു 30 years ബാക്ക് വരുന്നൊരു തൊട്ടുള്ള കുറച്ച് സീനുകളുണ്ട്, അത് ഓറയെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതൊരു വല്ലാത്ത അവിടെ ഒരു പവർ പാക്ക് എനിക്ക് ഫീൽ ചെയ്തു ആ സ്ഥലങ്ങളിൽ. കൊള്ളാം. പിന്നെ സ്റ്റൈല്
എന്തോ അതൊന്നും പറയില്ല, എന്നാ ഒരു സ്റ്റൈലല്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇരുന്ന് അതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റൈലൊന്നും പറയാനില്ല. മൊത്തത്തിൽ ഓവറാൾ പടം കണ്ടിരിക്കാം നിങ്ങൾക്ക്. പടം പക്ഷേ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ലോകേഷ് കനകരാജിൻ്റെ പഴയ ഇതുവരെ ചെയ്ത പടങ്ങളിൽ അത്യാവശ്യം ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നിയൊരു പടമാണ് ഇത് കൂലി. പല സ്ഥലങ്ങളിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കണക്റ്റിങ്, അതുപോലെ സ്റ്റോറി ലൈന്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചതിച്ചത് അവിടാണ്, ബാക്കിയെല്ലാം ഉണ്ട്. അതുകൂടെ ഒന്ന് മെച്ചപ്പെട്ടെന്ന് ഓക്കെ ആയിരുന്നു എനിക്ക് തോന്നി. ഇതെൻ്റെ അഭിപ്രായമാണ്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം അടിയിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.